ബ്രോ എടാ എന്താടാ ഇതൊന്നും നോക്കിയടാ മാളു വാ വന്നേ. നമസ്കാരം, മലനാടൻ മലയാളിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്ത ആസ്വദിച്ച ഒരു പാട്ടാണ് ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡിന്റേത്. പക്ഷേ ആ പാട്ടിനെതിരെ ഇപ്പോൾ ഒരു യുവകവി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതെന്താണിത്? നീ ഇതൊന്നും കാണ്. ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡിന്റെ വൈറലായ പാട്ടിനെതിരെ മുണ്ടൂർക്കര സുനേഷ് എന്ന യുവകവി രംഗത്ത് വന്നിരിക്കുകയാണ്. മുണ്ടൂർക്കര സുരേഷിന്റെ സൗഹൃദമെന്റെതെന്ന കവിത ബെഞ്ചാറസ് മ്യൂസിക് ബാൻഡ് മോഷ്ടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്തായാലും സുനേഷ് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുനേഷ്, ഇത് സുനേഷിന്റെ കവിത തന്നെയാണോ? എന്റെ പൊന്നു മലയാളി, ഇതാണ് ആ ബുക്ക്. ഈ കവിത എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുക എന്നൊരു മാന്യതയെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടേ? കുട്ടികളല്ലേ, ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? എന്റെ പേര് വെച്ചില്ല എന്നുള്ളത് കുഴപ്പമില്ല, എന്നോട് ചോദിക്കുകയെങ്കിലും വേണ്ടേ? ഇതിന് ഉത്തരം തന്നേ പറ്റൂ. സുരേഷിനോട് ഒരു ഘട്ടത്തിൽ പോലും അവർ ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടില്ല. അത് തന്നെയാണ് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സുരേഷിനോട് അവർ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരേഷ് ഇതിനെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നിനക്ക് വേറെ കവിത ഒന്നും കിട്ടില്ല മാളു. ഇതിപ്പോ എന്റെ കുറ്റായോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞു? ഒന്ന് നിർത്തോ നിങ്ങള്. ഇയാളല്ലേ ഇപ്പൊ പറഞ്ഞ 2 വർഷം മുമ്പാണ് ഇതെന്ന്. അതെ, പക്ഷെ അത് ഇവിടെ കുറെ കാലമായിട്ടുള്ളതല്ലേ. ആ, ഞാൻ പഠിച്ചിരുന്നതിന് 3 കൊല്ലം മുമ്പ്. ഫ്രോഡ്. എടാ അതെ, നമുക്ക് ഈ കവിതയുടെ ഫോട്ടോ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്താലോ? എന്നിട്ട് എന്താ കാര്യം? അതവിടെ എഴുതിയത് അവനാണെന്ന് പറയും. അവിടെ എഴുതിയതിന് സാക്ഷികൾ വരെ അവനുണ്ടാക്കും. അവന്റെ സംസാരം കേട്ടാൽ അറിയാം അവനൊരു ബിഗ് ടൈം ഫ്രോഡാണെന്നുള്ളത്. ഒരു ഐഡിയ പറയാ. നിങ്ങൾ പറയുന്നത് പോലെ ഇത് എഴുതിയത് മറ്റൊരാളാണെങ്കിൽ ആ ആളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അയാൾ ഇത് നിങ്ങൾക്ക് തന്നതാണെന്ന് പറയുകയും വേണം. പക്ഷേ വൺ സെക്കൻഡ്. We are discussing. Okay. COTV-യിൽ നിന്ന് സന്ദീപാണ് വിളിച്ചത്. അവർക്ക് ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കോൺട്രാക്ട് എനിക്ക് പറയാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ക്യാൻസലായി എന്നല്ല, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. ഓക്കെ, എന്നാ ശരി. ഹാരിസ് ബൈ, ഇനി അവരെയും കൊണ്ടേ ഞങ്ങൾ ബൈ എടുത്ത് വരും. നീ ഇത് എങ്ങനെ കണ്ടുപിടിക്കാനാ? വേറെന്താ വഴി പറ. അതാരാന്ന് വെച്ചാ നീ ഹാരിസ് ബാനോടെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അതെങ്ങനെ? മാളു, ആവശ്യത്തിലധികം ടെൻഷൻ ഇപ്പൊ ഉണ്ട്. നീ പുതിയ ഐഡിയാസും കൊണ്ട് വരല്ലേ? നീ ആയിട്ടുണ്ടാക്കിയല്ലേ ഒരു കവിത? ഞാനോ? നിങ്ങൾക്ക് ഓക്കെ പറഞ്ഞിട്ടല്ലേ? എന്താ ഓക്കെ? അത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. എടാടാ ഒന്ന് നിർത്ത്. നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോയി നോക്കാലോ. അവിടെ പോയി നോക്കാം. അവിടെ ഈ കവിത എഴുതിയാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. തന്നിടത്തോളം പണി എന്നെ ധാരാളം. വേണ്ട, ആരും വേണ്ട. ഞാനായിട്ട് ഉണ്ടാക്കിയല്ലേ, ഞാനായിട്ട് തീർത്തോളാം. മാളു, സ്റ്റേ ബാക്ക്. നിങ്ങൾ എങ്ങനെ തർക്കിച്ചുകൊണ്ടൊന്നും ഈ പ്രോബ്ലം തീരില്ല. ആദ്യം തൃശ്ശൂരുള്ള ആ കോളേജിലൊന്ന് പോയി നോക്ക്. ഓക്കെ? അപ്പോ ഇതാണ് ആ സ്ഥലം, കല മുതൽ കലാപം വരെയുള്ള ആ കോളേജ്. അത് മാത്രല്ല, ചുവരെഴുത്തുകളുടെ. ഇത്ര പഴയതാണോ? ആരെഴുതിയാന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരിയുണ്ട്. വാ പോവാം. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് വേറെ ദിവസമൊന്നും കിട്ടിയില്ലേ? ഇന്നാണെങ്കിൽ നാക്ക് വരുന്നതിന്റെ ദിവസമോ? നാക്കല്ല നാക്ക. ഓ അറിയാ ചേച്ചി, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതേ 94 രജിസ്റ്ററാ. 99 എന്ന് പറയുമ്പോ ഒരു 10 കാണും. ഇത് ഡിഗ്രിയുടെ ആണോ? ഇതിലെല്ലാം കാണും. ജാതികോളമുള്ള രജിസ്റ്ററാ. അല്ല, ജാതി വെച്ച് തിരിക്കാനൊന്നുമില്ല, സ്റ്റൈപ്പൻഡ് ഉണ്ടാവേ. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് എന്ത് ജാതി മതം? ഈ രജിസ്റ്റർ നോക്കിയാൽ കാണാം, അന്നൊക്കെ പേരിന്റെ പിന്നിലെ ഒരു വാല് പോലും കാണില്ല. എല്ലാവരും മനുഷ്യന്മാരായിരുന്നു. ചേച്ചി, എന്താ? എല്ലാവരുടെ ഡീറ്റെയിൽസും വേണ്ട, ഒരാളുടെ മതി. ഞങ്ങൾക്ക് അറിയേണ്ടത് ആരാ എഴുതിയെന്നോ. മോനെ, ഒരു മിനിറ്റ്. ശരി ചേച്ചി.
വാ. ഓ 97. യെസ്, വേദ. ഈ വേദ ഇപ്പോ ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. ഫോൺ വിളിച്ച് ചോദിക്കേണ്ട കാര്യമായിരുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ. ഇത്രയും പുകലായിട്ട് ഫോൺ വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നേരിട്ട് അവർ വയലിരിക്കുന്ന കേൾക്കാം. ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട്. ശരി, ഞാൻ നേരിട്ട് കേട്ടോളാം. ചേച്ചി, ഈ ചെമ്പേരി എസ്റ്റേറ്റ് എവിടെയാ? நல்லா இருக்குல்ல? நீ பறக்க விடு, நான் இப்ப வரேன். മാളവിക, അതെ. മല്ലിക ചേച്ചി വിളിച്ചിരുന്നോ? ഓ, വരൂ, അകത്തേക്ക് ഇരിക്കാം. കൊള്ളാലോ നിങ്ങളുടെ പെർഫോമൻസ്. കവിത കൊളവാക്കിയോ? ഏയ്, നിങ്ങളിത് കുറച്ച് ഫാസ്റ്റ് ആക്കി. എൻ്റെ മനസ്സിൽ ഇതൊരു സ്ലോ മെലഡി ആയിരുന്നു. സോറി. എന്തിന്? ചോദിക്കാതെ എടുത്തതിനോ? എടോ, നമ്മൾ കവിതകൾ തേടുന്ന പോലെ കവിതകൾ നമ്മളെയും തേടുന്നുണ്ട്. ഇതങ്ങനെ സംഭവിച്ചതാ. എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ്. നിങ്ങൾക്ക് ഈ കവിത കിട്ടിയതിന് താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, അതാ ചുമരിൽ എഴുതിയ ആളോടാ. അതാരാ? അത് ഒരു മുന്നറിയിപ്പും തരാതെ, ഒരു അനുവാദവും ചോദിക്കാതെ കടന്നു വന്ന് നമ്മളുടെ ജീവിതത്തിനെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ മാറ്റിമറിക്കുന്ന ചിലരില്ലേ, അങ്ങനെ ഒരാൾ. അതെങ്ങനെയാ അവിടെ എഴുതിയേ? ആരാധന മൂത്തിട്ടാണോ? അല്ല, സൗഹൃദം. ജീവിതത്തിലെ ഏറ്റവും വലുത് സൗഹൃദമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിച്ച ഒരാൾ. ആളെ പറ്റിയാണോ ഈ കവിതകളൊക്കെ? നീ കഴിച്ചോ? മോളെ പതുക്കെ. അതെ, ഇക്കൊരു ഓട്ടുണ്ട് മോളെ. അപ്പൊ വൈകിട്ട് കാണാം. പാപ്പ, ഇന്ന് കുറച്ച് വൈകി വന്നാൽ മതിയേ, ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ശരി മോളെ. അല്ലേ? ശരി അപ്പാ. ആ ശരി മോളെ.
ഞാൻ വെയിറ്റ് ഇച്ചിരി കൂടിയോ? ക്യാൻറ്റീനിലെ ഉഴുന്നുവട നമുക്കങ്ങ് നിർത്താം. നീ പറയുന്ന എല്ലാത്തിനും ഞാൻ തലയാടുന്നതൊക്കെ ഓക്കെ, പക്ഷെ കാര്യം എന്താന്ന് പറയണം. ഇന്നെങ്കിലും എനിക്കൊരു അടി കാണണം. ഈ കോളേജിൽ പഠിച്ചിട്ട് അടി കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അടിയോ? ഒരത്ഭുതവും ഇല്ല. നീ പറഞ്ഞാലേ അത്ഭുതമുള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോട്ടെ, നീ കോളേജ് തന്നെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ഓ, ഹോസ്റ്റൽ റൂമും ക്ലാസ് റൂമും. നിനക്ക് ഊട്ടി എവിടെയാണെന്ന് അറിയാൻ പൊടി പെണ്ണേ? കോളേജിനകത്തെ കാട്. കാടോ? കോളേജിനകത്തെ ഏതേം തോട്ടം. കമിതാക്കൾക്കും കലാകാരന്മാർക്കും കവികൾക്കും വിഹരിക്കാനുള്ള ഇടം. തണലേകുന്ന മരങ്ങളും ചിത്രശലഭങ്ങളും പുഴകളും, പുഴയില്ല, കുളങ്ങളും നിറഞ്ഞ പൂങ്കാവനം. നീ എവിടെ പോയിട്ടുണ്ടോ? ഒറ്റയ്ക്കോ? പോണം. കൂടെ പോകാൻ പറ്റിയൊരാളെ കിട്ടട്ടെ, എന്നിട്ട് വേണം. അതുപോട്ടെ, എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഇന്നാണ് സെപ്റ്റംബർ 29, ഗസ്റ്റപ്പോസിന്റെ സസ്പെൻഷൻ കഴിയുന്ന ദിവസം.